അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ. ഹിന്ദി മഹാരാഷ്ട്രയുടെ ഭാഷയല്ല, ദേശീയ ഭാഷയുമല്ല. ഓരോ സംസ്ഥാനങ്ങളുടെ ഭാഷയെയും ബഹുമാനിക്കണം. ത്രിഭാഷാ നയം ഭരണകാര്യങ്ങളിൽ മതിയെന്നും വിദ്യാഭ്യാസത്തിൽ വേണ്ടെന്നും രാജ് താക്കറെ പറഞ്ഞു. വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ചേരുന്നത് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, ഗുഡ് ഈവനിംഗ്. തമിഴ്നാടിന് പിന്നാലെ ഇപ്പോൾ മഹാരാഷ്ട്രയും, അതും സാക്ഷാൽ രാജ് താക്കറെ തന്നെ ഒരു അഭിപ്രായ പ്രകടനവുമായി വന്നിരിക്കുകയാണ്. ഹിന്ദി ദേശീയ ഭാഷയല്ല, ഭരണഘടനയിലെ ഷെഡ്യൂൾഡ് ലാംഗ്വേജിൽ ഉള്ള ഒരു ഭാഷ മാത്രമാണ്. ത്രിഭാഷാ നയം ഭരണകാര്യങ്ങളിൽ മാത്രം മതി, അത് വിദ്യാഭ്യാസത്തിലേക്ക് വേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ മുന്നറിയിപ്പിലൂടെ രാജ് താക്കറെ നൽകുന്ന സൂചന? കൃഷിന ദക്ഷിണേന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രതിഷേധമല്ല ത്രിഭാഷാ നയത്തിന്റെ കാര്യത്തിൽ എന്നത് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കൂടി വരുന്ന ഈ ഒരു പ്രതികരണം. രാജ് താക്കറെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ നയത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഹിന്ദി എന്നത് മഹാരാഷ്ട്രയുടെ ഭാഷയല്ല, എന്തിന് അതൊരു ദേശീയ ഭാഷ പോലുമല്ല, പിന്നെ എന്തിനാണ് മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ, മഹാരാഷ്ട്രയിലെ കുട്ടികൾക്ക് മുകളിൽ ഇതിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യമാണ്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടായാൽ അത്തരം പാഠപുസ്തകങ്ങൾ, ഹിന്ദി പാഠപുസ്തകങ്ങൾ വിൽക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല, വലിയ പ്രതിഷേധം കാണേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നടത്തുന്നത്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇത്തരമൊരു ത്രിഭാഷാ നയം ആവശ്യമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ഭാഷയുണ്ട്, ആ ഭാഷയെ ബഹുമാനിക്കാൻ പഠിക്കണം. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ഈ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴത്തെ സർക്കാർ നടത്തുന്നതെന്ന് BJP സർക്കാരിന് നേരിട്ട് അദ്ദേഹം ഈ പോസ്റ്റിൽ, സോഷ്യൽ മീഡിയയായ എക്സിൽ അദ്ദേഹം കുറിച്ച പോസ്റ്റിൽ ഉന്നയിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിച്ചതുപോലെ മറാഠി സംസാരിക്കുന്ന ആളുകളെയും മറാഠി ഇതര ഭാഷ സംസാരിക്കുന്ന ആളുകളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം കൂടി ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട്. അതിനെ ഏത് വിധേനയും ഞങ്ങൾ ചെറുക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ ഹിന്ദി അല്ല എന്നതാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ നിലപാട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ കൂടി ഈ തരത്തിൽ ത്രിഭാഷാ നയത്തിനെതിരായ പ്രതിഷേധം കടുക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. ഒരുപക്ഷെ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ആയിരിക്കില്ല രാജ് താക്കറെ രംഗത്തിറങ്ങിയാൽ ആ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം. നമുക്കറിയാം, മറാഠി സംസാരിക്കാത്ത ആളുകൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം വലിയ പ്രതിഷേധം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ആളുകൾ കായികമായി പോലും ആളുകളെ നേരിടുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നതാണ്. അതുകൊണ്ട് രാജ് താക്കറെ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രതിഷേധം, അതിന് പല മാനങ്ങളുണ്ട്, പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മുംബൈ കോർപ്പറേഷൻ അടക്കം പല തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്രയിൽ വരാനിരിക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ ഒരു പ്രതികരണം. കൃഷിന, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.